Hi, I am Rojus, Managing Director of Alpha Academy. 2022 NEET റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് 26-ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് MBBSനും BDSനും അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒക്ടോബർ 28-നും നവംബർ 4-നും ബിറ്റ്വീൻ കോളേജുകളിൽ അഡ്മിഷൻ നേടണം. നമുക്കറിയാം, ഒരു MBBSും BDSും കോഴ്സ് നേടുക എന്ന ലക്ഷ്യത്തോടെ പഠനകാലം മുഴുവൻ അതിനുവേണ്ടി പരിശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് ആ നേട്ടം നേടുന്ന സുന്ദര നിമിഷമാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നിർബന്ധമായും നമുക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അത് MBBS ആവട്ടെ, MBBSൻ്റെ തന്നെ ഗവൺമെൻറ്റോ സെൽഫ് ഫിനാൻസിങ്ങോ NRI സീറ്റോ ആവട്ടെ, BDSൻ്റെ ഗവൺമെൻറ്റോ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളാവട്ടെ, ഏതുമാവട്ടെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് നമുക്ക് എൻട്രൻസ് കമ്മീഷണർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നാം അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ മുൻപോട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് എൻട്രൻസ് കമ്മീഷണർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കാനുള്ള ആ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസും അതിനോടൊപ്പം കോളേജിൽ അടയ്ക്കേണ്ട ഫീസും എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. ഒന്ന്, നാം ഈ അഡ്മിഷന് വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി വിദ്യാർത്ഥികളിൽ വരുന്ന മറ്റൊരു ഡൗട്ടാണ്, എനിക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, കീം വഴിയും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ഇതിലേതെടുക്കുന്നതാണ് നല്ലത്? വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിനുള്ളിലുള്ള ഒരു ക്യാമ്പസാണ് പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അത് തന്നെയാണ് ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിർബന്ധമായും നാം ആ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സീറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് ക്വിറ്റ് ചെയ്തിട്ട് കീം വഴി ലഭിച്ചിരിക്കുന്ന സ്റ്റേറ്റ് കോട്ടയിലേക്ക് വരാതിരിക്കുക. നമ്മൾ ഏത് അലോട്ട്മെൻറ്റ് വഴി, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, എക്സാമ്പിൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടിയാലും, കീമിൻ്റെ അലോട്ട്മെൻറ്റ് വഴി ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻ, ഫീസിൻ്റെ റേറ്റ് എല്ലാം ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്, ഓൾ ഇന്ത്യ വഴി ഒരു അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥി കണ്ടിന്യൂ ചെയ്താൽ സ്റ്റേറ്റ് കോട്ടയിലുള്ളൊരു സീറ്റ് പോകാതെ ഇവിടെ ഒരു കുട്ടിക്കും കൂടെ അഡ്മിഷൻ നേടാനുള്ളൊരു ചാൻസാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴിയും കീം കോട്ട വഴിയും അഡ്മിഷൻ ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓൾ ഇന്ത്യ കോട്ടയിൽ ലഭിച്ചിരിക്കുന്ന കോളേജിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ലഭിച്ചിരിക്കുന്നത് നമുക്ക് ആഗ്രഹം ഉള്ള ഒരു കോളേജ് അല്ല, അല്ലെങ്കിൽ നല്ലൊരു കോളേജ് അല്ല ലഭിച്ചിരിക്കുന്നത്, എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കാനായിരുന്നു താല്പര്യം, പക്ഷേ എനിക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയിരിക്കുന്നത് തമിഴ്നാടാണല്ലേ, കർണാടകയാണ്, എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കാനാണ് താല്പര്യം, അവിടെ കീം വഴി അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇങ്ങോട്ട് മാറി തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞത്, കേരളത്തിൽ തന്നെ നമുക്ക് ഒരു കോളേജിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കുകയും ആ സെയിം കോളേജിൽ തന്നെ കീമിലും ലഭിച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സീറ്റിൽ തന്നെ നിലനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുന്ന ഈ നിമിഷത്തിൽ നാം ചെയ്യേണ്ടത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. യൂസർ നെയിം പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി. ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നാം പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രിൻ്റ് ഔട്ടിൽ നമുക്ക് ഏത് കോഴ്സാണ്, ഏത് കോളേജിലാണ്, അതിലൂടെ എൻട്രൻസ് കമ്മീഷണർക്ക് എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ മെമ്മോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് MBBS ഫീസിലേക്കാണ് നാം അഡ്മിഷൻ മെമ്മോ ലഭിക്കുന്നതെങ്കിൽ 22,000 റുപ്പീസ് എൻട്രൻസ് കമ്മീഷണർക്ക് നമുക്ക് അടയ്ക്കണം. ബാക്കിയുള്ള ഫീസാണ് നാം കോളേജിൽ അടക്കേണ്ടി വരുന്നത്. അത് തന്നെ BDSൻ്റെ ഒരു ഗവൺമെൻറ് സീറ്റിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ മെമ്മോയിലൊരു 19,000 റുപ്പീസ് ആയിരിക്കും എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കേണ്ടി വരുന്നത്. ബാക്കി ഫീസ് നാം കോളേജിലാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ MBBSൻ്റെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അല്ലെങ്കിൽ BDSൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് നാം 1 ലക്ഷം രൂപയാണ് അടക്കേണ്ടി വരുന്നത്. അത് ഓൺലൈനായോ അല്ലെങ്കിൽ ചെല്ലാൻ എടുത്തിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയോ നമുക്ക് അടയ്ക്കാം. ഈ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചതിന് ശേഷം
ബാക്കിയുള്ള എമൗണ്ട് അതാത് കോളേജുകൾ, നമുക്ക് ഏത് കോളേജിനാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ കോളേജിലേക്ക് നാം വിളിച്ചിട്ട് ഞാൻ ബാക്കി എത്ര രൂപയാണ് കൊണ്ടുവരേണ്ടത്, ആ സമയത്ത് അത് കൂടാതെ സ്പെഷ്യൽ ഫീസുകളായി ഹോസ്റ്റൽ ഫീ ആയോ സ്പെഷ്യൽ ഫീസുകളായോ നാം എത്രയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ആ കോളേജിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം വേണം നാം കോളേജിലേക്ക് പോകാൻ. ഒരു ഗവൺമെൻറ് കോളേജിലൊക്കെയാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഈ 22,000 കൂടാതെയുള്ള എക്സ്ട്രാ വരുന്ന ഒരു 7,000 8,000 റുപ്പീസ് കൂടാതെ എക്സ്ട്രാ ഫീസായിട്ട് ഒരു 10,000 റുപ്പീസും കൂടെ ഒക്കെ നമ്മുടെ കയ്യിൽ കരുതണം. അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ആക്ച്വൽ ഫീസ് വരുന്ന എമൗണ്ടിൽ നിന്ന് ഈ 1 lakh റുപ്പീസ് മാത്രമാണ് നാം എൻട്രൻസ് കമ്മീഷൻ അടച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന കോഴ്സ് ഫീസും അത് കൂടാതെ വരുന്ന ഹോസ്റ്റൽ എക്സ്പെൻസുകൾക്കായിട്ടുള്ളൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയെങ്കിലും എക്സ്ട്രാ കരുതി വേണം നാം കോളേജിൽ അഡ്മിഷന് വേണ്ടി പോകാൻ. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ഏത് കോളേജിലാണോ ലഭിച്ചത് ആ കോളേജിലേക്ക് തന്നെ വിളിച്ച് ചോദിച്ച് ഞാൻ അഡ്മിഷന് വേണ്ടി വരുമ്പോൾ എത്ര രൂപയാണ് ഫീസ് കൊണ്ടുവരേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കറിയാം കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളായി ഏകദേശം 1750 MBBSൻ്റെ സീറ്റിലേക്കും അതുപോലെ BDSൻ്റെ 6 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ കേരളത്തിലെ MBBSൻ്റെ 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലേക്കും എല്ലാം ഈ അലോട്ട്മെൻറ്റിലൂടെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെ രേഖകളാണ് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നാം കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നമ്മൾ അന്ന് അഡ്മിഷൻ ടൈമിൽ എൻട്രൻസ് കമ്മീഷണർക്ക് അപ്ലോഡ് ചെയ്തതുപോലെ തന്നെയുള്ള ഒരു 10ഓളം പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായി നമ്മുടെ കയ്യിൽ കരുതുക. രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് ID പ്രൂഫാണ്. ഈ ID പ്രൂഫിന് വേണ്ടി നമുക്ക് ആധാർ കാർഡോ പാസ്പോർട്ടോ ഇലക്ഷൻ ID കാർഡോ ഗവൺമെൻറ് ഡോക്യുമെൻസുകൾ എന്ത് വേണേലും ID പ്രൂഫായി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് നീറ്റിൻ്റെ ഹാൾ ടിക്കറ്റാണ്. നാം എക്സാമിനേഷൻ എഴുതിയ സമയത്തുള്ള നീറ്റിൻ്റെ ഹാൾ ടിക്കറ്റ്. അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഹാൾ ടിക്കറ്റ് ഒറിജിനലായിട്ടുള്ള ഹാൾ ടിക്കറ്റ് അവർ നേരത്തെ നീറ്റിന് വേണ്ടിയിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി KEAMലേക്ക് അത് മാറുന്ന വിദ്യാർത്ഥികളാണ്, എനിക്കിപ്പോൾ തമിഴ്നാട്ടിൽ അഡ്മിഷൻ കിട്ടി, എൻ്റെ ഹാൾ ടിക്കറ്റ് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു പോയി, ഇനി കേരളത്തിൽ അഡ്മിഷൻ പോയി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ എനിക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റിൻ്റെ ഹാൾ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ഹാൾ ടിക്കറ്റ് ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൽ ഈ ഫോട്ടോയൊക്കെ പതിച്ച് പേരൻറ്റിൻ്റെ സിഗ്നേച്ചറും കുട്ടിയുടെ സിഗ്നേച്ചറും തമ്മിബ്രഷനും എല്ലാം കൊടുത്ത് അറ്റസ്റ്റ് ചെയ്ത ആ ഹാൾ ടിക്കറ്റ് ഒറിജിനലായിട്ടുള്ള ഹാൾ ടിക്കറ്റ് തന്നെ വേണം നമ്മളിവിടെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ. റാങ്ക് കാർഡ്, നീറ്റിൻ്റെ റാങ്ക് കാർഡ് നാലാമതായിട്ട് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ്. അഞ്ചാമതായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിൽ വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്ന മെമ്മോയും നമ്മുടെ കയ്യിൽ അഞ്ചാമത്തെ ഡോക്യുമെൻ്റായിട്ട് കയ്യിലുണ്ടാവണം, 5th ഡോക്യുമെൻ്റായിട്ട് കയ്യിലുണ്ടാവണം. എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ 26നും 28നും ഇൻ ബിറ്റ്വീൻ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായി നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്നും നമുക്ക് ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഈ ഡേറ്റ കാർഡിൽ നമ്മളെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നാം കൊടുത്തിരിക്കുന്ന എല്ലാ ഡേറ്റയും, നമ്മുടെ പേരെന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റി എന്താണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന റിസർവേഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഡേറ്റ കാർഡ് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നിന്നും നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്നും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അത് 28ന് മുമ്പായി അല്ലെങ്കിൽ അഡ്മിഷന് പോകുന്നതിന് മുമ്പായി പ്രിൻ്റ് ഔട്ട് എടുത്ത് 6th ഡോക്യുമെൻ്റായി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. 7th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ്. 10ാം ക്ലാസ്സിൻ്റെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ്, അത് SLC ആവട്ടെ CBSE ആവട്ടെ ISC ആവട്ടെ, നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. 8th 12ൻ്റെ മാർക്ക് ലിസ്റ്റാണ്. നമുക്ക് 50% എബോവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള +2ൻ്റെ സർട്ടിഫിക്കറ്റാണ് 8th ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്. 9th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. നാം കേരളൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന, ആ കേരളൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ഇനി അല്ലാത്ത കുട്ടികൾക്ക് SLC ബുക്കിൽ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിൽ തന്നെയുള്ളതാണ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളൈറ്റ് ആണെന്നുള്ളതിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മതിയാവും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്താണോ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്തത് ആ സെയിം ഡോക്യുമെൻ്റ് തന്നെ നമ്മുടെ കയ്യിൽ 9th ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യുക. 10th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ്.
ഈ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വേണമെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സെയിം ഡോക്യുമെൻ്റ് തന്നെ രണ്ടിനും വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. 11th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നാം പഠിച്ചു കഴിഞ്ഞ കോഴ്സിൽ നിന്നും ഇനി പുതിയൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ കഴിഞ്ഞ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും നമ്മൾ ലഭിച്ചിരിക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC നമ്മൾ ഡോക്യുമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. 11th ഡോക്യുമെൻ്റായിട്ട്. 12th ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വേണ്ടത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഈ TC ഇഷ്യൂ ചെയ്ത സെയിം സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ വാങ്ങിയതുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ഇല്ല, ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗസറ്റർ ഓഫീസറെ കണ്ടിട്ട് നാം ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ച് ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്താലും മതിയാവും. 13th ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വേണ്ടത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യം വരത്തില്ല. അത് ആവശ്യം വരുന്ന കുട്ടികൾ, അതർ സ്റ്റേറ്റിലൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത്. ബാക്കി എല്ലാ കുട്ടികൾക്കും ആവശ്യം വരത്തില്ല. 14th ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ 151ാമത്തെ പേജിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കാണിച്ച് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് MBBSന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ BDSന്റെ അഡ്മിഷൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമുക്കിത് കളക്ട് ചെയ്യാവുന്നതാണ്. 15th ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ ഈ വേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. വാക്സിനേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ കൊറോണയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഒരു കാൻഡിഡേറ്റ് ആ ജനിച്ച സമയം തൊട്ട് കൃത്യമായി നമ്മൾക്ക് ഓരോ ഏജിലും എടുക്കേണ്ടിയിരുന്ന വാക്സിൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. ഇൻ കേസ് അത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി, ഇല്ല ആദ്യത്തെ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് ഇന്ന ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചാൽ അവർ ഇപ്പം പുതിയതായിട്ട് എടുക്കാനുള്ള ഏതെങ്കിലും വാക്സിനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ കുട്ടിക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ ഡയറക്ഷൻ തന്നതിന് ശേഷം ഇതുവരെയുള്ള വാക്സിനേഷനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ ഡോക്യുമെൻ്റായിട്ട് കയ്യിൽ കരുതുക. 16th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ റിസർവേഷനുള്ള എലിജിബിലിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നാം ഹാജരാക്കണം. നീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ NCL സർട്ടിഫിക്കറ്റ് നമ്മൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ KEAMന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള NCL സർട്ടിഫിക്കറ്റ് ആണ് നാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് തന്നെ ആയിരിക്കും നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ വേണം ഇവിടെയും നാം ഡോക്യുമെൻ്റായി കൊണ്ടുപോകാൻ. മാറിപ്പോകാൻ പാടില്ല. KEAMന് വേണ്ടി പോകുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന NCL സർട്ടിഫിക്കറ്റ് ആണ് നാം അഡ്മിഷൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അവിടെ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളോ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ NCL സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. SC ST കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ NCL സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ അവരുടെ റിസർവേഷന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NCL സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത് ആ റിസർവേഷൻ ക്ലെയിം ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വരുന്ന കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ റിസർവേഷനുള്ള വിദ്യാർത്ഥികളാണ് ഇത് NCL സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടത്. 17th ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് ഫീസ് റെമിറ്റഡ് റെസിപ്റ്റ് ആണ്. അതായത് നമ്മളൊരു മെമ്മോ ലഭിച്ച് കഴിയുമ്പോൾ എൻട്രൻസ് കമ്മീഷണർക്ക് നാം ഫീസ് അടയ്ക്കണം. രണ്ട് രീതിയിൽ നമുക്ക് അടയ്ക്കാം. ഒന്നുകിൽ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചെല്ലാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് ഫീസ് അടയ്ക്കാം. ഇത് ഏത് രീതിയിൽ അടച്ചാലും ആ ഫീസ് അടച്ചിരിക്കുന്നതിൻ്റെ റെസിപ്റ്റ് ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ കരുതുക. 18th ഡോക്യുമെൻ്റായി നമ്മുടെ കയ്യിൽ വേണ്ടത് സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷന് വേണ്ടിയിട്ട് നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവണം. അത് സ്പെഷ്യൽ റിസർവേഷൻ ഏതുമാവട്ടെ, നമ്മളൊരു ഫിഷർമാൻ്റെ മകളാണെന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ SC ST കമ്മ്യൂണിറ്റിയിലാണെന്നുള്ള ഇതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസുകളാവട്ടെ, NCC കോട്ടയിൽ വരുന്ന അല്ലെ സ്പോർട്സ് കോട്ടയിൽ വരുന്നതെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുകളാവട്ടെ, ഇങ്ങനെ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് റിസർവേഷൻ ആണെങ്കിലും അതിനുള്ള ഡോക്യുമെൻറ്റുകളും നാം കൃത്യമായി തന്നെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. 19th ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പ് പേപ്പറാണ്. 100 റുപ്പീസിൻ്റെ നമ്മൾ പത്രം മേടിച്ചിട്ട് ആ പത്രപേപ്പറിൽ ഒരു ബോണ്ട് നാം കൊടുക്കണം. അത് 2 ബോണ്ട് ശരിക്കും കൊടുക്കാനുണ്ട്. ഒന്നാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു MBBSന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നാം ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാം ലിക്വിഡേഷൻ ഡാമേജ് നൽകിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ബോണ്ടാണ് നാം
അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ടത്. നമ്മളിപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ സ്പോട്ട് വേക്കൻസിയിൽ എങ്ങോട്ടെങ്കിലും ചേഞ്ച് വന്നാൽ ആ സമയത്തൊന്നും നമ്മൾ അവിടെ ലിക്വിഡേഷൻ ഡാമേജ് ഒന്നും കൊടുക്കണ്ട. നാം ഈ അലോട്ട്മെൻറ്റിലൂടെ ഒരു അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ BDSന് MBBSനോ BDSനോ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പഠിച്ചു കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് ഇയറിൽ നമുക്കൊരു കോഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ MBBSനാണെങ്കിൽ 10 ലക്ഷം രൂപയും BDSനാണെങ്കിൽ 5 ലക്ഷം രൂപയും ലിക്വിഡേഷൻ ഡാമേജ് കെട്ടിവെച്ചാൽ മാത്രമേ നമുക്ക് കോഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിൻ്റെ 208-ാമത്തെ പേജിലുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ സെയിം മാറ്റർ ഈ പത്രത്തിലോട്ട് മുദ്രപത്രത്തിലോട്ട് കോപ്പി ചെയ്തിട്ട് വേണം നാം അറ്റസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുവാൻ. 20th ഡോക്യുമെൻ്റായിട്ടും നാം വേണ്ടത് സ്റ്റാമ്പ് പേപ്പറിൻ്റെ ബോണ്ട് പേപ്പർ തന്നെയാണ്. അവിടെ നമുക്ക് ബോണ്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആൻറ്റി റാഗിങ് ഡോക്യുമെൻ്റ് ആണ്. നാം ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നാം ഒരു കുട്ടിയെ റാഗി ചെയ്യത്തില്ല എന്നുള്ള സത്യവാങ്മൂലം നമ്മൾ ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ട ഫോർമാറ്റും പ്രോസ്പെക്ടസിൻ്റെ 200-ാമത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് നാം പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ മാറ്റർ വേണം ഈ മുദ്രപത്രത്തിലോട്ട് കോപ്പി ചെയ്തതിന് ശേഷം സൈൻ ചെയ്ത് ബോണ്ടായി നാം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 2 ബോണ്ടുകൾ അഡ്മിഷൻ ടൈമിൽ നാം സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഈ 20 ഡോക്യുമെൻസുകളും കൃത്യമായി നമ്മുടെ കയ്യിൽ വാങ്ങുന്നതിനോടൊപ്പം നാം ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അത് ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആവട്ടെ, MBBSൻ്റെയോ BDSൻ്റെയോ സീറ്റുകളാവട്ടെ, ആ കോളേജിൽ എവിടെയാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ 28-നും November 4-നും ഇൻ ബിറ്റ്വീൻ പോകുന്ന സമയത്ത് ആ കോളേജിലേക്കൊന്ന് വിളിച്ചിട്ട് ഞാൻ ഇത്രയും ഡോക്യുമെൻസുകൾ കൊണ്ടുവരുന്നുണ്ട്, ഇത് കൂടാതെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓരോ കോളേജുകൾക്കും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോളേജിലേക്ക് വിളിച്ചിട്ട് ഇനി ഞാൻ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻസുകൾ കൊണ്ടുവരേണ്ടതുണ്ടോ, ഇനി ഇത് കൂടാതെ ഞാൻ എത്ര രൂപയാണ് ഫീസ് കൊണ്ടുവരേണ്ടത്, എത്ര രൂപയാണ് ഹോസ്റ്റൽ ഫീ ആയിട്ട് കൊണ്ടുവരേണ്ടത്, എത്ര രൂപയാണ് സ്പെഷ്യൽ ഫീസായിട്ട് കൊണ്ടുവരേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി വേണം നാം ആ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി പോകാൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 28-നും November 4-നും ഇൻ ബിറ്റ്വീൻ അഡ്മിഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കാൻ. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഏറ്റവും കൃത്യമായി പങ്കെടുക്കാൻ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതെന്ന് വിശദമായി തന്നെ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് സംശയങ്ങളും ക്ലിയർ ചെയ്യുവാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്തും ഏറ്റവും നല്ല ക്യാമ്പസോ കോളേജോ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 2023 എക്സാമിനേഷനിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഉയർന്ന ഫീസിൽ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും റീസണബിൾ ഫീസിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് ഒരു പ്രൊഫൈൽ നേടുന്നത് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബെസ്റ്റ്. 2023 റിപ്പീറ്റഡ് ബാച്ച് പേഴ്സണൽ അറ്റൻഷനോടുകൂടി ഒരു വിജയിക്കാൻ വേണ്ട കഴിവുള്ള കുട്ടിയുടെ ക്വാളിറ്റികൾ വളർത്തുന്ന രീതിയിലുള്ള പഠനം, പേഴ്സണൽ അറ്റൻഷനോടുകൂടി ആ കുട്ടിയെ ഏറ്റവും നന്നായി പഠിപ്പിച്ച് സബ്ജക്റ്റുകൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് നന്നായി പഠിപ്പിച്ച് ഓരോ ദിവസത്തെയും പ്രോഗ്രസ്സുകൾ കൃത്യമായി അനലൈസ് ചെയ്ത് അവരെ വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ധൈര്യമായി ആൽഫയിലേക്ക് വരാം, വിജയം നേടി മടങ്ങുകയും ചെയ്യാം. അതാണ് ആൽഫയുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. തീർച്ചയായും വിജയിക്കാൻ വേണ്ട കഴിവുകൾ വളർത്താൻ, വിജയം നേടി മടങ്ങാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഏതൊരു സംശയങ്ങൾക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.